ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിൻ്റെ ശേഷം ഒരു ഉള്ളി കട്ട് ചെയ്ത് ഒരു തക്കാളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വഴന്ന് വന്നതിൻ്റെ ശേഷം അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം വാടിയതിൻ്റെ ശേഷം മാഗി മസാല ഇട്ട് കൊടുക്കുക. അതായത് എരിവിൻ്റെ ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഇടുന്നില്ല. ഞാൻ മാഗി മസാല മാത്രമാണ് ഇടുന്നുള്ളൂ. ഒരു മാഗി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് മാഗിയും കൂടി ഇട്ട് കൊടുത്ത് വെന്ത് വന്നതിൻ്റെ ശേഷം മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. അടുത്തത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലക്സും ഉപ്പും കൂടി ഇട്ടതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം, അതായത് നമ്മളിത് ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടിംഗ് ആണ്, അതിനേക്ക് ആ രീതിയിലുള്ള വെള്ളമാണ് ആവശ്യത്തിന്. വെള്ളം കൂടിയും പോകരുത്, അതായത് വെള്ളം കുറഞ്ഞും പോകരുത്. ആ രീതിയിൽ പാകത്തിന് പേസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഒരു ബ്രെഡ് എടുക്കുക. ബ്രെഡ് പത്തിരിക്കോലുകൊണ്ട് പരത്തി എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ മൈദ 4 ഭാഗത്തും പേസ്റ്റ് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മാഗി ഫില്ലിങ് റെഡിയാക്കി അതിൻ്റെ നടുക്ക് വെച്ചതിൻ്റെ ശേഷം നമ്മൾ കവർ ചെയ്തെടുക്കുക. അപ്പോൾ 7 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബ്രെഡ് സ്ക്രംബ് ഇതിന് ആവശ്യമാണ്. നമ്മൾ ബ്രെഡ് സ്ക്രംബിന് കൊണ്ടാണ് ഇത് കോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ മൈദയുടെ കോട്ടിങ്ങിലേക്ക് ഈ സ്നാക്സ് അതിലേക്കിട്ട് നല്ലോണം ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ബ്രെഡ് സ്ക്രംബിലിട്ടു തിരിച്ചും മറിച്ചും ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ നല്ലോണം ചൂടാക്കി എടുക്കുക. നല്ലോണം തിരിച്ചും മറിച്ചും ഗോൾഡൻ കളർ ആകുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാഗിയാണ്. അപ്പോൾ എന്നും ഒരേ രീതിയിൽ കഴിക്കുന്ന കുട്ടികൾ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.